നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു 12 അപ്പോസ്തലന്മാരെ സുവിശേഷം അറിയിക്കാൻ അയക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്ക വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യക്കാരുടെ പട്ടണത്തിൽ കിടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവീൻ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. രോഗികളെ സൗഖ്യമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും 2 ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആരെന്ന് അന്വേഷിപ്പീൻ. പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പീൻ. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറവീൻ. വീടിന് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ. യോഗ്യതയില്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവീൻ. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോദോമ്യരുടെയും ഗോമോര്യരുടെയും ദേശത്തിന് സഹിക്കാവതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരെ, അല്ലെങ്കിൽ ആദിമ ശിഷ്യരായ 12 പേരെ അപ്പോസ്തലന്മാരാക്കിയത് ആദ്യം അവർക്ക് പരിശീലനം നൽകാനാണ്. മറുമലയിൽ യേശു അവർക്ക് വേണ്ട ഉപദേശങ്ങൾ ഗിരിപ്രഭാഷണം എന്ന പേരിൽ നൽകിയത് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ കാണുവാൻ സാധിക്കും. അതിനുശേഷം യേശു രോഗസൗഖ്യം, പ്രത്യേകിച്ച് പ്രാർത്ഥനയാൽ ആളുകൾക്ക് രോഗസൗഖ്യം നൽകുന്നത്, വിശ്വാസത്താൽ യേശു കാറ്റിനെയും കടലിനെയും ഒക്കെ ശാസിച്ചമർത്തുന്നത് അവർ കണ്ടു പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ യേശു അവരെ ഒറ്റയ്ക്ക് അയക്കുകയാണ്. അവര് പരിശീലനം നേടണം. ഈ 2ആയിട്ട് അവരെ യേശു അയക്കുകയാണ്. യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ ഇപ്പോൾ പ്രജാതികളുടെ സ്ഥലത്തേക്ക് പോകണ്ട, ശമര്യക്കാരുടെ അടുത്തേക്കും പോകണ്ട, നിങ്ങൾ ഇസ്രായേലിൻ്റെ അടുത്തേക്ക് മാത്രം പോവുക. അതിൻ്റെ ഒരു കാരണം, ഇസ്രായേൽക്കാർക്ക് കുറച്ച് ബൈബിൾ അറിയാം. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളാണ് അവരുടെ പ്രമാണ ഗ്രന്ഥങ്ങൾ. അതിൽ ദൈവം മനുഷ്യനാകുന്ന കാര്യവും, ദൈവം മനുഷ്യനാകുമ്പോൾ അത് ദാവീദിൻ്റെ വംശത്തിൽ യഹൂദ ഗോത്രത്തിലായിരിക്കും. ബേത്ലഹേമിൽ ജനിച്ച് നസറേത്തിൽ അല്ലെങ്കിൽ ഗലീല പ്രദേശത്ത് വളരും, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും, പ്രസംഗിക്കും, രോഗികൾക്ക് സൗഖ്യം നൽകും. ഇതൊക്കെ പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ യഹൂദന്മാർ മശിയെ കാത്തിരിക്കുന്ന ആളുകളാണ്. ശമര്യക്കാരെ സംബന്ധിച്ച് അവർക്ക് ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള 5 പുസ്തകങ്ങളാണ് അവർക്ക് പ്രമാണമായിട്ടുള്ളത്. യഹൂദന്മാർക്ക് തുല്യം ഇവർക്ക് ആത്മീയ പരിജ്ഞാനമില്ല. കാരണം അവർ സങ്കരജാതിയാണ്. അതുകൊണ്ട് തൽക്കാലം അവിടെ പോകണ്ട. അതുപോലെ യേശു പറഞ്ഞു, നിങ്ങൾ പ്രജാതികളുടെ അടുക്കലും പോകണ്ട. പ്രജാതികളെ സംബന്ധിച്ച് അവർക്ക് ദൈവം മനുഷ്യനാകുന്ന കാര്യമോ ഒന്നും അവർക്ക് പരിചയമില്ല.
അവർക്ക് അവരുടെ സങ്കല്പ ദൈവങ്ങളാണ് ഉള്ളത്. എന്നാൽ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് അറിയാവുന്ന, ദൈവം മനുഷ്യനാകും എന്ന് വിശ്വസിക്കുന്ന ആ ദൈവം മനുഷ്യനായ ആള് ഇതാ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരാ ദൈവരാജ്യത്തിനായിട്ട് ഒരുങ്ങും. ആ പ്രതീക്ഷയിലാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തന വിധമാണ് യേശു ഉപയോഗിച്ചത്. അത് അറിയാവുന്ന ആളിനോട് പറയുക, പിന്നീട് അല്പം അറിയാവുന്നവരോട്, അവസാനം ഒട്ടും അറിയാൻ മേലാത്തവരോട്. യേശു ഉയർത്ത ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് അന്ത്യനിയോഗം നൽകുമ്പോൾ പറയുന്നത്, അത് യെരുശലേമിലും, പിന്നെ യഹൂദയിലുടനീളം, പിന്നെ ശമരിയിൽ, പിന്നെ ലോകത്തിൻ്റെ അറ്റത്തോളം. അപ്പൊ ആദ്യം അറിവുള്ള, ബൈബിൾ അറിയാവുന്ന ആളുകളെ അറിയിക്കുക എന്നുള്ളത് ആണ് യേശു അവിടെയും പറയുന്നത്. ഇവിടെ യേശു പറയുന്നത്, നിങ്ങൾ 2 വസ്ത്രം കരുതണ്ട, ചെരുപ്പ് കരുതണ്ട, കയ്യിൽ പണം കരുതണ്ട, നിങ്ങൾ ചെല്ലുക. നിങ്ങൾ ദൈവദാസന്മാർ എന്നുള്ള നിലയിൽ സ്വീകരിക്കാൻ ആളുണ്ടാകും. നിങ്ങൾ ഓരോ പട്ടണത്തിലോ ഗ്രാമത്തിലോ ചെല്ലുമ്പോൾ അന്വേഷിക്കുക, ഇവിടെ മാന്യൻ ആരാണ്, ദൈവഭക്തിയുള്ള ആൾ ആരാണ് എന്ന് അന്വേഷിക്കുക. അവിടെ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ കൈക്കൊള്ളും. നിങ്ങൾക്ക് അവർ ഭക്ഷണം തരും, നിങ്ങൾക്ക് അവർ താമസ സൗകര്യം തരും, നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കാൻ, പ്രവർത്തനത്തിന് പോകാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ തിരിച്ചു പോരുന്നത് വരെ അവർ നൽകും എന്നാണ് യേശു പറഞ്ഞത്. ഇത് ആ ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനാണ്. ഭാവിയിൽ അവര് ശമര്യക്കാരുടെ അടുക്കലും പ്രജാതികളുടെ അടുക്കലും ഒക്കെ പോകേണ്ടവരാണ്. തീർച്ചയായിട്ടും അതിനു വേണ്ട ഒരു ഒരുക്കവും, അതിനു വേണ്ട ഒരു തയ്യാറെടുപ്പും, അതിനു വേണ്ട ഒരു വിശ്വാസവും ധൈര്യവും അവർക്കുണ്ടാകാൻ വേണ്ടിയാണ് യേശു ഇങ്ങനെയൊരു പരിശീലനത്തിന് അവരെ അയക്കാൻ തയ്യാറായത്. എന്തായാലും യേശു പറഞ്ഞതുപോലെ സംഭവിച്ചു. അവരെ സ്വീകരിക്കാൻ ആളുണ്ടായി, ഭക്ഷണം നൽകാൻ ആളുണ്ടായി, താമസസൗകര്യം നൽകാൻ ആളുണ്ടായി. അങ്ങനെ അവർക്ക് പോയിട്ട് യേശു പറഞ്ഞത്ര കാലം ആ പ്രദേശങ്ങളിൽ സുവിശേഷം അറിയിക്കുവാൻ സാധിച്ചു. തീർച്ചയായിട്ടും ആ സമയത്ത് അവർക്ക് വേണ്ട ശക്തി അല്ലെങ്കിൽ കൃപ, ലോകസൗഖ്യം നൽകാനൊക്കെയുള്ള ആ കൃപ കർത്താവ് അവർക്ക് നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമുക്കും പരിശീലനം ആവശ്യമാണ്. തീർച്ചയായിട്ടും സുവിശേഷം നാം എല്ലാം അറിയിക്കണം. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരും സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിക്കാൻ ഒരു പരിശീലനം ആവശ്യമാണ്. എഫേസ്യലേഖനത്തിൽ വായിക്കുന്നത്, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണമെന്നാണ്. അപ്പൊ ഈ സുവിശേഷം അറിയിക്കാനായിട്ട് ഒരുങ്ങണം. എന്താണ് പറയേണ്ടത്? ചില ആളുകൾ പറയുന്നത്, നിങ്ങൾ ദൈവത്തെ അറിയണം, ദൈവ വഴി വരണം, നിങ്ങൾ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം, നിങ്ങൾ പശ്ചാത്തപിക്കണം, നിങ്ങൾ സഭായോഗത്തിനൊക്കെ വരണം, വചനം കേൾക്കണം, നിങ്ങൾ സ്വതന്ത്രാഴ്ച ഇടണം, നിങ്ങൾ പാടണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം. ഇതൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയമായി മരിച്ച ആളിന് ജീവനാണ് വേണ്ടത്. അതാണ് നമ്മൾ പറയേണ്ടത്. യേശു ജീവൻ തരാൻ വന്നു. ഞാൻ ജീവന്റെ അപ്പമാണ്, ഞാൻ വഴി സത്യവും ജീവനുമാണ്. അപ്പോൾ ഞാൻ ജീവജലമാണ്. അപ്പൊ ജീവൻ തരാൻ വന്ന കർത്താവിനെ കൈക്കൊള്ളുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു ശവത്തിന് ഭക്ഷണം ആവശ്യമില്ലല്ലോ, വസ്ത്രം ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. അപ്പോൾ നമുക്ക് ജീവൻ കിട്ടുക എന്നുള്ളതാണ് ആവശ്യം. ലോകത്തിലെ മിക്ക ആളുകളും ജീവിതത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ജീവിതമല്ല, ജനനമാണ് എന്ന് യേശു നിക്കോദീമോസിനോട് പറഞ്ഞു. എങ്ങനെ വേണം ജീവിക്കാൻ, എങ്ങനെ വേണം നമ്മളെ തന്നെ സംസ്കരിക്കാൻ, നന്നാക്കാൻ എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ആർട്ട് ഓഫ് ലിവിങ്. മതമേതായാലും മനുഷ്യൻ നന്നാകണം, സ്വയം നന്നാകണം. ഇതാണ് ആളുകൾ പഠിപ്പിക്കുന്നത്. നല്ലത് ചിന്തിക്കണം, നല്ലത് നോക്കണം, നല്ലത് പറയണം, നല്ലത് പെരുമാറണം. ഇതൊക്കെയാണ് നല്ല അപ്പനാകണം, നല്ല അമ്മയാകണം, നല്ല ഭാര്യയാകണം, നല്ല ഭർത്താവാകണം, നല്ല അയൽക്കാരനാകണം എന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങനെ ആകണം, നിങ്ങളത് ശ്രമിക്കണം, നിങ്ങൾ ചെയ്യണം. യേശു ശുശ്രൂഷിപ്പാനല്ല വന്നത്. യേശു വന്നത് നമ്മളെ രൂപാന്തരപ്പെടുത്താനാണ്. അല്ലാതെ നിങ്ങളത് ചെയ്യണം, നിങ്ങൾ അങ്ങനെ ആയിരിക്കണം, നിങ്ങൾ അങ്ങനെ പെരുമാറണം, അതിനല്ല. അങ്ങനെ ഒരു ഘടനാവിശേഷം നമുക്ക് തരാൻ, നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ, പാപം ചെയ്യാതെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കാൻ, നമ്മളെ പുതിയ സൃഷ്ടികളാക്കി മെനയാൻ, ദൈവമക്കളാക്കാനാണ് യേശു ഭൂമിയിലേക്ക്
വരുവാനിടയായത്. അതാണ് നമ്മൾ ജനത്തോട് പ്രസംഗിക്കേണ്ടത്. തീർച്ചയായിട്ടും അതിൻ്റെ പരിശീലനം നമുക്ക് ആവശ്യമാണ്. നമ്മൾ ധർമ്മോപദേഷ്ടാക്കന്മാരായിട്ട് ജീവിക്കുകയല്ല വേണ്ടത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ആളുകളോട് പറയുകയല്ല വേണ്ടത്. നമുക്ക് ഒന്നാമത് വേണ്ടത് ജീവനാണ്, ജനനമാണ് വലിയത്. ഇതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. എന്തായാലും അതിനുള്ള ഒരുക്കം എല്ലാ വിശ്വാസിക്കും ആവശ്യമാണ്. അങ്ങനെ ഒരുക്കമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനായി പ്രയോജനപ്പെടാൻ സാധിക്കത്തുള്ളൂ. തീമോഥെയോസ് ലേഖനത്തിൽ നമ്മൾ അവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ ഉടമസ്ഥന് ഉപയോഗവും എപ്പോഴും നല്ല വേലയ്ക്കൊക്കെ ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമാകും എന്ന് നാം വായിക്കുന്നുണ്ട്. യേശു ശിഷ്യന്മാരെ ഒരു പരിശീലനത്തിനായിട്ട് അവർക്ക് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതുപോലെ നമ്മളും പരിശീലനം നേടാൻ ആവശ്യമുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.